Good morning, dear students. We will discuss the second abstract algebra second module group of permutation section lecture 1 we discuss this first module first module group subgroup cyclic group elementary property cyclic group and subgroups we discuss group of permutation discuss this group non-abelian group example introduce module symmetries triangles in symmetries natural symmetries പഠിക്കുന്ന ഒരു സംഭവമാണ് ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബേസിക് തിയറികളും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡെഫിനിഷന്, എക്സാമ്പിൾ, ഒരു തിയറം, പിന്നെ എക്സാമ്പിൾ, ഡെഫിനിഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രോബ്ലംസ്, ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും ലെക്ചർ 1 സ്വാഗതം. ഓക്കെ, ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ. എന്താ, വാട്ട് ഈസ് എ പെർമ്യൂട്ടേഷൻ? പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു എ ദാറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2. അതായത് ഒരു സെറ്റിന് അതേ സെറ്റിലേക്ക് വരുന്ന 1 1 ഉം 1 2 ബോത്ത് 1 1 ആൻഡ് 1 2 1 1 ഉം 1 2 ആയിട്ട് വരുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് വരുന്ന ബൈജക്റ്റീവ് ഫംഗ്ഷൻ 1 1 1 2 എന്ന് പറഞ്ഞാൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സെറ്റിന് അതേ സെറ്റിലേക്ക് വരുന്ന ബൈജക്റ്റീവ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണിത് പെർമ്യൂട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് നമുക്ക്, അതായത് 10 ഫാക്ടോറിയൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഒരു 10 എലമെന്റ്സ് ഉള്ള സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ n എലമെന്റ്സ് ആണെങ്കിൽ n ഫാക്ടോറിയൽ ഡിഫറെന്റ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്, അതായത് ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ a ഈക്വൽ ടു 1 2 3 4. അതിൽ നമ്മൾ 3 പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. 1 2 3 4 a ഈക്വൽ ടു 1 2 3 4 4 എലമെന്റ്സ് ഉണ്ട്. അതിൽ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 24 പെർമ്യൂട്ടേഷൻസ് a ഈക്വൽ ടു 1 2 3 4 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ 3 രണ്ട് പെർമ്യൂട്ടേഷനും പെർമ്യൂട്ടേഷൻ എല്ലാത്തിനും ഒരു എക്സാമ്പിളും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് a ഈക്വൽ ടു 1 2 3 4, let sigma from a to a by sigma of 1 equal to 3, sigma of 2 equal to 1, sigma of 3 equal to 4, sigma of 4 equal to 2. 1 in image 3, 2 in image 1, 3 in image 4, 4 in image 2. ഇങ്ങനെ സിഗ്മ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്കറിയാം 1 2 3 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ, അതായത് ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ്, ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് ഇമേജ്, അതായത് വ്യത്യസ്ത എലമെന്റ്സിന് വ്യത്യസ്ത ഇമേജുകളാണ് ഉള്ളത്. അതുപോലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് 1 1 1 1 2 ആണ്. വ്യത്യസ്ത എലമെന്റ്സിന് വ്യത്യസ്ത ഇമേജ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് 1 1. എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ്, കോഡമയില്ല റേഞ്ച് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് 1 2. അപ്പോൾ നമുക്ക് ഈ സിഗ്മ എന്താണ്? 1 1 ഉം 1 2 ആണ്. Okay, so sigma is a bijective function on A. That is, sigma is a permutation. അപ്പോൾ നമ്മൾ ഈ സിഗ്മ എന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഈ പെർമ്യൂട്ടേഷൻ ഫൈനൈറ്റ് എലമെന്റ്സ് ഉള്ള പെർമ്യൂട്ടേഷൻ ഒരു 2 റോ ഉള്ള ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഫസ്റ്റ് റോയില് ഡൊമൈനത്തെ എലമെന്റ്സിനെ നിരത്തി 1 2 3 4 ആണ്. ഈ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് 1 2 3 4 ആയിട്ട് എഴുതും. സെക്കൻഡ് റോയിലെ എലമെന്റ് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അതായത് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ഇമേജ് ആയിരിക്കും ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ്. അതുപോലെ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് എലമെന്റ്. അതുപോലെ തേർഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് എലമെന്റ്. അതുപോലെ ഫോർത്ത് കോളത്തിൽ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് എലമെന്റ്, അങ്ങനെ എക്സെട്ര. അങ്ങനെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സിഗ്മ ഓഫ് 1 ഈക്വൽ ടു 3, സിഗ്മ ഓഫ് 2 ഈക്വൽ ടു 1, സിഗ്മ ഓഫ് 3 ഈക്വൽ ടു 4, സിഗ്മ ഓഫ് 4 ഈക്വൽ ടു 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ഫസ്റ്റ് റോ 1 2 3 4, സെക്കൻഡ് റോ പറഞ്ഞാൽ 1 ഇമേജ് ആയിട്ട് 3 ആണ്, 2 ഇമേജ് 1, അപ്പോൾ 3 ഇമേജ് 4 ആണ്, 4 ഇമേജ് 2 ആണ്. അതുകൊണ്ട് സെക്കൻഡ് റോ പറഞ്ഞാൽ 3 1 4 2 അങ്ങനെ നൊട്ടേഷൻ. ഓക്കെ, ഈ അത് ഫൈനൈറ്റ് കേസിൽ മാത്രമേ ഈ നൊട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ സെറ്റിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സ് നൊട്ടേഷൻ 2 റോ വരുന്ന മെട്രിക്സ് നൊട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് എക്സാമ്പിൾ,
ലെറ്റ് tau from ഈ സിമ്പിൾ വായിക്കുക tau from a to a by tau of 1 equal to 4, tau of 2 equal to 3, tau of 3 equal to 1, tau of 4 equal to 2. ക്ലിയർ ആണ്? ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ്, ഡിസ്റ്റിങ് എലമെന്റ്സ് ആസ് എ ഡിസ്റ്റിങ് ഇമേജ്. സോ tau is 1 1. അതുപോലെ every elements has a pre-image. ഓക്കെ, സോ tau is 1 2. അപ്പോൾ tau 1 1 1 2 ആണ്. അപ്പോൾ tau എന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൊട്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 2 3 4 ഇമേജ് 4 3 1 2 ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ എടുക്കുക. അത് പെർമ്യൂട്ടേഷൻ എല്ലാത്തിനും എക്സാമ്പിൾ ആണ്. ലെറ്റ് f from a to a by f of 1 equal to 3, f of 2 equal to 3, f of 3 equal to 4, f of 4 equal to 2. ഇത് 1 1 അല്ല. കാരണം എന്താ? 1ന്റെയും 2ന്റെയും ഇമേജ് 3 ആണ്. സെയിം ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നു. 1 1 ആണെങ്കിൽ ഡിസ്റ്റിങ് എലമെന്റ്സ് ആസ് എ ഡിസ്റ്റിങ് ഇമേജ് എന്നാണ് വേണ്ടത്. പക്ഷേ ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നു. സോ f is not 1 1. സോ f എന്തല്ല? പെർമ്യൂട്ടേഷൻ അല്ല. ഈ സെറ്റിൽ സിഗ്മ എ ഈക്വൽ ടു 1 2 3 പോലെ നമ്മൾ രണ്ട് പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. ഇത് 4 എലമെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇതിൽ 4 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടാകും. കാരണം 1 to n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ, n ഫാക്ടോറിയൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ എ ഈക്വൽ ടു 1 2 3 4 4 എലമെന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് 4 ഫാക്ടോറിയൽ, അതായത് 24 ഡിഫറെന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് നമ്മൾ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ രണ്ട് പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്തു. ഇനി ഐഡന്റിറ്റി എലമെന്റ് ഒരു ഐഡന്റിറ്റി മാപ്പ് 1 ഇൻ ഇമേജ് 1, 2 ഇൻ ഇമേജ് 2, 3 ഇൻ ഇമേജ് 3, 4 ഇൻ ഇമേജ് 4 ഇങ്ങനെ പറയുന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഒരു പെർമ്യൂട്ടേഷൻ ആണ്. എന്തായാലും ഇതിൽ 24 എലമെന്റ്സിൽ ഇതിൽ 24 പെർമ്യൂട്ടേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ അതേ രണ്ടെണ്ണം ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ഒരു പെർമ്യൂട്ടേഷൻ അല്ലാത്തതിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ 2. ഇഫ് a ഈക്വൽ ടു ഹാഷ് അറ്റ് ആൻഡ് പെർസെൻറ്റേജ് എന്നൊരു സെറ്റ് എടുത്തു. സെറ്റ് a ഈക്വൽ ടു സെറ്റ് ഹാഷ് അറ്റ് റേറ്റ് ആൻഡ് പെർസെൻറ്റേജ്. ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സിഗ്മ ഫ്രം a to a by sigma of hash equal to and sigma of at rate equal to hash, sigma of and equal to percentage, sigma of percentage equal to at rate. ഇത് നമുക്കറിയാം ഡിഫറെന്റ് സിമ്പിൾസിന് ഡിഫറെന്റ് ഇമേജുകളാണ്. അതുപോലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട്. സോ സിഗ്മ എന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ, ഇതിന് നേരത്തെ പെർമ്യൂട്ടേഷൻ ആവണം, അതിൽ നമ്പർ ഒന്നും ആവണമെന്നില്ല, ജസ്റ്റ് സെറ്റ് ആണ്. ഒരു സെറ്റ് അതേ സെറ്റിലേക്ക് വരുന്ന 1 1 1 2 ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. ഫൈനൈറ്റ് എലമെന്റ് രണ്ട് റോള് മെട്രിക്സ് ആയിട്ട് ഓരോ പെർമ്യൂട്ടേഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ നമ്മൾ ഫൈനൈറ്റ് കേസ് ഡിസ്കസ് ചെയ്തു. ഇൻഫൈനൈറ്റ് കേസിൽ ലെറ്റ് n ഫ്രം n ഈക്വൽ ടു സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. ലെറ്റ് n ഈക്വൽ ടു 1 2 3 4 എക്സെട്ര ബി സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, ഇവിടെ ഇൻറ്റീജേഴ്സ് എന്നാണ് എഴുതി പോയിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് സിഗ്മ ഫ്രം n to n by sigma of n equal to 2n ഈസ് നോട്ട് എ പെർമ്യൂട്ടേഷൻ. കാരണം എന്താ? സിഗ്മ ഓഫ് n ഈക്വൽ ടു 2n പെർമ്യൂട്ടേഷൻ അല്ല. കാരണം സിഗ്മ ഇസ് നോട്ട് എ 1 2. കാരണം സിഗ്മ 1 2 അല്ല. കാരണം 1 ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. പക്ഷെ 1ന് ഇമേജ് വരുമോ? 1ന് പ്രീ ഇമേജ് വരുമോ? 1ന് പ്രീ ഇമേജ് ഉണ്ടായി 2n ആണ് ഇമേജ്, n-ന്റെ ഇമേജ് 2n ആണ്. അപ്പോൾ 1 ഇമേജ് ആവണമെങ്കിൽ ഒരു 1 ഈക്വൽ ടു 2n ആവണം. അതായത് 1 ഒരു ഈവൻ നമ്പർ ആവണം. പക്ഷെ 1 ഈവൻ അല്ല, അതുകൊണ്ട് 1ന് പ്രീ ഇമേജ് ഇല്ല. സോ സിഗ്മ ഈസ് നോട്ട് എ 1 2. അതായത് ഓഡ് ഇൻറ്റിജേഴ്സിനൊന്നും ഈ സിഗ്മയിൽ സിഗ്മ ഓഫ് n ഈക്വൽ ടു 2n എന്നുള്ളതിൽ എന്തുണ്ടാവും? ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനൊന്നും പ്രീ ഇമേജ് ഇല്ല. സോ ഈ സിഗ്മ എന്തല്ല? ഒരു പെർമ്യൂട്ടേഷൻ അല്ല. 1 2 അല്ലാത്തതുകൊണ്ട് പെർമ്യൂട്ടേഷൻ അല്ല. രണ്ടാമത്തെ സിഗ്മ ഫ്രം n to n by sigma of n equal to n is a permutation. കാരണം എന്താ? സിഗ്മ ഓഫ് n equal to n ഇതൊരു ഐഡന്റിറ്റി മാപ്പാണ്. ഐഡന്റിറ്റി മാപ്പ് എപ്പോഴും പെർമ്യൂട്ടേഷൻ ആയിരിക്കും. സിഗ്മ ഓഫ് 1 1 ആയിരിക്കും, സിഗ്മ ഓഫ് 2 2 ആയിരിക്കും, സിഗ്മ ഓഫ് 3 equal 3 ആയിരിക്കും. അപ്പോൾ ഏത് എലമെന്റ്സിന്റെയും പ്രീ ഇമേജ് ഉണ്ടാകും. അതുകൊണ്ട് സിഗ്മ ഓഫ് n equal to n എന്നുള്ള ഈ ഐഡന്റിറ്റി മാപ്പ് എന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, sigma from n to n by sigma of n equal to n plus 1 is not a permutation. കാരണം എന്താ? ഈ സിഗ്മ 1 2 അല്ല. കാരണം സിഗ്മ ഓഫ് n equal to n plus 1. സിഗ്മ ഓഫ് 1 2 കിട്ടും, സിഗ്മ ഓഫ് 2 3 കിട്ടും, സിഗ്മ ഓഫ് 3 4 കിട്ടും, സിഗ്മ ഓഫ് 4 5 കിട്ടും, എക്സെട്ര. പക്ഷേ 2ന് പ്രീ ഇമേജ് ഉണ്ട്, 3ക്ക് പ്രീ 2ന്റെ പ്രീ ഇമേജ് 1 ആണ്, 3ന്റെ പ്രീ ഇമേജ് 2 ആണ്, 4ന്റെ പ്രീ ഇമേജ് 3 ആണ്, അങ്ങനെ എക്സെട്ര. പക്ഷെ 1ന് പ്രീ ഇമേജ് ഇല്ല. കാരണം എന്താ? സിഗ്മ ഓഫ് n ഈക്വൽ ടു n പ്ലസ് 1 ആണ്.
n+1 = 1 ആയി കഴിഞ്ഞാൽ n = 0 ആണ്. പക്ഷേ n-ൽ 0 ഇല്ല. അപ്പോൾ 1-ന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഈ സിഗ്മ ഓഫ് n = n+1 നോട്ട് എ പെർമ്യൂട്ടേഷൻ. കാരണം 1 2 അല്ല. സോ നോട്ട് എ പെർമ്യൂട്ടേഷൻ. സിഗ്മ ഫ്രം ഇനി നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് ആണ്. ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് സിഗ്മ tau be a permutation on A. Then the composition sigma composite tau is also permutation. നമുക്ക് ഇതിന്റെ പ്രൂഫാണ്. We know that composition of two function on a set is also ബൈജക്റ്റീവ്. ഒരു സെറ്റിന് അതേ സെറ്റിലേക്കുള്ള എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ എന്താണ്? വീണ്ടും ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സിഗ്മയും ടൗവും ഒരു പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ സിഗ്മ ടൗ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ സിഗ്മ കോമ്പോസിറ്റ് ടൗ എന്തായിരിക്കും? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. സോ സിഗ്മ കോമ്പോസിറ്റ് ടൗ ഇസ് എ പെർമ്യൂട്ടേഷൻ. അപ്പോൾ സിഗ്മ കോമ്പോസിറ്റ് ടൗ ഇസ് എ പെർമ്യൂട്ടേഷൻ. നമ്മുടെ ഈ കോമ്പോസിഷന് നമ്മൾ പറയാം പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. അപ്പോൾ ഈ സിഗ്മ സർക്കിൾ ടോ എന്നുള്ള സിമ്പിൾ നമ്മൾ ഒഴിവാക്കി സിഗ്മ ടോ എന്ന് എഴുതാറുണ്ട്. അതാണ് അടുത്ത നൊട്ടേഷൻ പറയുന്നത്. പെർമ്യൂട്ടേഷൻ പ്രോഡക്റ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ. ലെറ്റ് A be a non-empty set, sigma tau be a permutation on set, then composition sigma composite tau is known as the permutation product. We write sigma tau, that is sigma into tau. Sigma into tau ഉദ്ദേശിക്കുന്നത് എന്താണ്? sigma composite 2, that is sigma of tau. For example, sigma tau of A എന്ന് പറഞ്ഞാൽ sigma of tau of A ആണ്. അതാണ് നമ്മൾ മനസ്സിലായത്. sigma tau means tau sigma rally tau composite sigma notations. Okay, problem ആണ്. Let A = 1 2 3 be a set, sigma and tau be a permutation defined as follows. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള മാട്രിക്സ് ഫോമിലാണ്. sigma = 1 2 3 4, അതിന്റെ ഇമേജ് 3 1 4 2. tau = 1 2 3 4, image 4 3 1 2. Then find sigma tau and tau sigma. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സിഗ്മ ടൗ, അതായത് സിഗ്മ ഇൻറ്റു ടൗ, അതുപോലെ ടൗ ഇൻറ്റു സിഗ്മയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സിഗ്മ ടൗ, അപ്പോൾ ഫസ്റ്റ് സിഗ്മ 1 2 3 4 3 1 4 2, ടൗവിൻ്റെ വാല്യൂ 1 2 3 4 4 3 1 2. ഇതാണ് സിഗ്മ ടൗ. ഇനി ഇതിൻ്റെ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ റൈറ്റ് സിഗ്മ ടൗ ആണ്. അപ്പോൾ ടൗവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ടൗവില് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സിഗ്മ ടൗ എന്ന് പറഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ എപ്പോഴും സെറ്റിത്തെ എലമെന്റ്സ് ആണല്ലോ. അപ്പോൾ 1 2 3 4 എഴുതും. ഇനി നമുക്ക് 1ന്റെ ഇമേജ് കിട്ടണം അണ്ടർ സിഗ്മ ടൗവില്. ഇപ്പോൾ 1ന്റെ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടൗവില് പോയി നോക്കാം. ടൗവില് 1ന്റെ ഇമേജ് എന്താ നോക്കുക? സിഗ്മ ടൗ ആണല്ലോ. അപ്പോൾ ടൗവില് 1ന്റെ ഇമേജ് പറഞ്ഞാൽ 4. ആ 4ന്റെ ഇമേജ് സിഗ്മയിൽ എന്താണ്? 2. അപ്പോൾ സിഗ്മ ടൗവില് 1ന്റെ ഇമേജ് പറഞ്ഞാൽ 2. അതുപോലെ 2ന്റെ ഇമേജ് സിഗ്മ ടൗവിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 2ന്റെ ഇമേജ് ടൗവിൽ 3 ആണ്. ടൗ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി 3ന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അണ്ടർ സിഗ്മയിൽ 4 ആണ്. അതായത് ടൗ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3, സിഗ്മ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 2 എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് ടൗ ഓഫ് 2, അതായത് സിഗ്മ ഓഫ് ടൗ ഓഫ് 2 പറഞ്ഞാൽ നേരത്തെ 3 ആണ്. അപ്പോൾ സിഗ്മ ഓഫ് 3 എന്ന് കിട്ടും. സിഗ്മ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ 2ന്റെ ഇമേജ് 4 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് 3ന്റെ ഇമേജ് ടൗവിൽ 3ന്റെ ഇമേജ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ടൗവിൽ 3ന്റെ ഇമേജ് 1. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സിഗ്മയിൽ 1ന്റെ ഇമേജ് നോക്കുക. സിഗ്മയിൽ 1ന്റെ ഇമേജ് 3 ആണ്. അപ്പോൾ 3ന്റെ ഇമേജ് ടൗവിൽ 1ഉം സിഗ്മയിൽ ടൗവിന്റെ 1ന്റെ ഇമേജ് 3ഉം. അപ്പോൾ സിഗ്മ ടൗവിൽ 3ന്റെ ഇമേജ് പറഞ്ഞാൽ 3 ആയിരിക്കും. കാരണം 3ന്റെ ഇമേജ് 1 ടൗവില് 1ന്റെ ഇമേജ് 3, അപ്പോൾ 3 ആയിരിക്കും 3ന്റെ ഇമേജ്. നെക്സ്റ്റ് 4ന്റെ ഇമേജ് ടൗവിൽ 2 ആണ്. സിഗ്മയിൽ 2ന്റെ ഇമേജ് 1 ആണ്. അപ്പോൾ 4ന്റെ ഇമേജ് 2 ആണ് ടൗവില്. അതുപോലെ സിഗ്മയിൽ 2ലെ ഇമേജ് 1 ആണ്. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1, 4ൽ 2 2ൽ 1. അപ്പോൾ 4ന്റെ ഇമേജ് പറഞ്ഞാൽ 1. ഓക്കെ, അതെങ്ങനെ കിട്ടുക പറഞ്ഞാൽ ശരിക്കും സിഗ്മ ടൗ ഓഫ് 1. സിഗ്മ ടൗ ഓഫ് 1 ഈക്വൽ ടു ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് എഴുതുന്നുണ്ട്. സിഗ്മ ഓഫ് ടൗ ഓഫ് 1 എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് ടൗ ഓഫ് 1. ടൗ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ സിഗ്മ ഓഫ് 4.
സിഗ്മ 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. അതാണ് ഇവിടെ ഫസ്റ്റത്തെ 1 ഇമേജ് 2 ആയിട്ട്. അതുപോലെ ഇനി നെക്സ്റ്റ് സിഗ്മ ടൗ ഓഫ് 2 കാണുമ്പോൾ സിഗ്മ ഓഫ് ടൗ ഓഫ് 2. ടൗ ഓഫ് 2 എന്ന് പറയുമ്പോൾ 3 ആണ്. സിഗ്മ ഓഫ് 3. സിഗ്മ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 ഇമേജ് 4 ആയിട്ട് കിട്ടി. നെക്സ്റ്റ് സിഗ്മ ടൗ ഓഫ് 3. ഇപ്പോൾ ടൗ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോറി, ടൗ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 3 എന്ന് പറയുമ്പോൾ സിഗ്മ ടൗ ഓഫ് 1 കിട്ടി. സോറി, സിഗ്മ ടൗ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിഗ്മ ഓഫ് 1. സിഗ്മ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ 3 ആണ്. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 3 ഈക്വൽ ടു 3 കിട്ടി. നെക്സ്റ്റ് സിഗ്മ ടൗ ഓഫ് 4. സിഗ്മ ഓഫ് ടൗ ഓഫ് 4. ടൗ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ സിഗ്മ ടൗ ഓഫ് 4 ഈക്വൽ ടു സിഗ്മ ഓഫ് 2 എന്നാവും. സിഗ്മ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അപ്പോൾ സിഗ്മ ഓഫ് 2 ആണ് കിട്ടി. അപ്പോൾ സിഗ്മ ടൗ 4 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പോൾ 4 ഇമേജ് 1. നെക്സ്റ്റ് ടൗ സിഗ്മ. ടൗ സിഗ്മ കാണുമ്പോൾ ഫസ്റ്റ് ടൗന് ചെയ്തു, രണ്ടാമത് സിഗ്മ. അപ്പോൾ ഇവിടെ ടൗ സിഗ്മ ഫസ്റ്റിൽ 1 ഇമേജ് സിഗ്മയിൽ വെക്കുക. സിഗ്മയിൽ 1 ഇമേജ് 3 ആണ്. ടൗല് 3 ഇമേജ് 1 ആണ്. അപ്പോൾ 1 ഇമേജ് എന്ത് കിട്ടി? സിഗ്മ ടൗല് 1 കിട്ടി. നെക്സ്റ്റ് 2 നോക്കാം. ഈ റോ മാട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. 2 ടൗല് സിഗ്മയില് 2 ഇമേജ് വെക്കുക. 2 ഇമേജ് സിഗ്മയിൽ 1 ആണ്. അത് ടൗല് വരുമ്പോൾ 1 ഇമേജ് 4 ആണ്. അപ്പോൾ 2 ഇമേജ് 4 കിട്ടും സിഗ്മ ടൗല്. സോറി, ടൗ സിഗ്മയിൽ. നെക്സ്റ്റ് 3 ഇമേജ് കാണണം. സിഗ്മ ടൗ ഓഫ് 3. സോറി, ടൗ സിഗ്മ ഓഫ് 3 ആണ്. 3 ഇമേജ് സിഗ്മയിൽ 4 ആണ്. ആ 4 ഇമേജ് ടൗല് 2 ആണ്. അപ്പോൾ ടൗ സിഗ്മയിൽ 3 ഇമേജ് 2 കിട്ടും. നെക്സ്റ്റ് 4 ഇമേജ് കാണും. 4 ഇമേജ് സിഗ്മയിൽ 2 ആണ്. ടൗല് 3 ആണ്. അപ്പോൾ 4 ഇമേജ് 3 കിട്ടും. അങ്ങനെയാണ് ടൗ സിഗ്മ ഈക്വൽ ടു 1 2 3 4 1 4 2 3. മറ്റൊരു രൂപത്തിൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് 1 ഇമേജ് കാണാം. ടൗ സിഗ്മ ഓഫ് 1 ഈക്വൽ ടു ടൗ ഓഫ് സിഗ്മ ഓഫ് 1. സിഗ്മ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ടൗ ഓഫ് 3 എന്നായിട്ട് മാറും. ടൗ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പോൾ 1 1 ആയി. അതായത് 1 ഇമേജ് 1 കിട്ടി. നെക്സ്റ്റ് സിഗ്മ ടൗ സിഗ്മ ഓഫ് 2. അപ്പോൾ ടൗ ഓഫ് സിഗ്മ ഓഫ് 2. സിഗ്മ ഓഫ് 2 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ടൗ അത് ഈക്വൽ ടു ടൗ ഓഫ് 1 ആവും. ടൗ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്. അപ്പോൾ 2 ഇമേജ് 4 കിട്ടി. നെക്സ്റ്റ് ടൗ സിഗ്മ ഓഫ് 3 ഈക്വൽ ടു ടൗ ഓഫ് സിഗ്മ ഓഫ് 3. സിഗ്മ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ടൗ 4 എന്നായി മാറും. ടൗ 4 എന്ന് പറഞ്ഞാൽ എത്ര 2 ആണ്. അപ്പോൾ 3 ഇമേജ് 2 കിട്ടി. നെക്സ്റ്റ് ടൗ സിഗ്മ ഓഫ് 4. ടൗ സിഗ്മ ഓഫ് 4 എന്ന് പറഞ്ഞാൽ ടൗ ഓഫ് സിഗ്മ ഓഫ് 4. സിഗ്മ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അത് ഈക്വൽ ടു എന്താണ് സിഗ്മ ഓഫ് ടൗ ഓഫ് 2 ആണ്. ടൗ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ 3 ആണ്. അപ്പോൾ 4 ഇമേജ് 3. അങ്ങനെയാണ് ടൗ സിഗ്മ. Next example, let A equal to 1 2 3 4 5 6. Let be a set and sigma and tau be a permutation defined as follows. Sigma equal to 1 2 3 4 5 6. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ ഏത് എലമെന്റ്സിനെ ഏത് പെർമ്യൂട്ടേഷനിലും ഫസ്റ്റ് എലമെന്റ്സ് ആ ഏത് എലമെന്റ്സിനെ എഴുതും. രണ്ടാമത്തതിൽ അതിന് ഇമേജുകൾ എഴുതാം. 1 2 sigma equal to 1 2 3 4 6 ഇമേജ് 3 1 4 5 6 2. അതായത് 3 ഇമേജ് 1 2 ഇമേജ് 1 സോറി 1 ഇമേജ് 3 2 ഇമേജ് 1 3 ഇമേജ് 4 4 ഇമേജ് 5 5 ഇമേജ് 6 6 ഇമേജ് 2. ഇങ്ങനെ അതുപോലെ ടൗ ഈക്വൽ ടു 1 2 3 4 5 6 1 ഇമേജ് 2 2 ഇമേജ് 4 3 ഇമേജ് 1 4 ഇമേജ് 3 5 ഇമേജ് 6 6 ഇമേജ് 5. ടൗ സിഗ്മ ടൗ ഫൈൻഡ് സിഗ്മ ടൗ ആൻഡ് ടൗ സിഗ്മ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നേരത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ആൻസറും മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കണം. നെക്സ്റ്റ് ഒരു തിയറാണ്. ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് എസ് എ ബി ദി കളക്ഷൻ ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ ഓഫ് എ. ദെൻ എസ് ഇസ് എ ഗ്രൂപ്പ് അണ്ടർ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. എസ് എ ഫൈനൈറ്റ് ആവാം ഇൻഫൈനൈറ്റ്. നേരത്തെ പറഞ്ഞ 1 2 3 4 എലമെന്റ്സ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് എസ് എ ബി permutation set be collection of all permutation of A ലുള്ള എല്ലാ പെർമ്യൂട്ടേഷന്റെ കളക്ഷൻ ആണ് എസ് എ. then എസ് എ is a group under permutation multiplication. ഇതാണ് തിയറം.
അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യണം. ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ. ഒന്ന്, SA is closer than the permutation multiplication പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് പ്രൂവ് ചെയ്യണം. ഐഡന്റിറ്റി എലമെന്റഡ് എന്ന് പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് എലമെന്റഡ് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ SA is closer than the permutation multiplication. നമുക്കറിയാം 2 ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ വീണ്ടും എന്താണ്? ബൈജക്റ്റീവ് ആണ്. അത് therefore പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ 2 പെർമ്യൂട്ടേഷൻ എടുത്തു, സിഗ്മ ടൗ എടുത്തു, ദെൻ സിഗ്മ അതിന്റെ കോമ്പോസിറ്റ് സിഗ്മ കോമ്പോസിറ്റ് ടൗ വീണ്ടും എന്താണ്? ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ, that is product of 2 permutation is again a permutation. That is sigma tau belongs to SA for all sigma comma tau belongs to SA. Therefore SA is closer under the permutation multiplication. Next, permutation multiplication associative. നമുക്കറിയാം composition function compositions എന്തായിരിക്കും? associative ആണ്. This permutation multiplication പറഞ്ഞാൽ പെർമ്യൂട്ടേഷനുകളുടെ കോമ്പോസിഷൻ ആണല്ലോ. അപ്പോൾ permutation multiplication associative ആണ്. That is rho tau sigma equal to rho tau sigma for all rho comma tau comma sigma belongs to SA. Next, existence of identity. The identity function I from A to A defined by I of A equal to A for all A belongs to A. അത് 1 is 1 1 and 1 2. നമുക്കറിയാം ഒരു സെറ്റിന് അതേ ഫംഗ്ഷൻ സെറ്റിൽ ഒരു സെറ്റിന് ഡിഫൈൻ ചെയ്യുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ 1 1 ആയിരിക്കും 1 2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ I എന്നാണ് iota I is a permutation on A. Therefore I belongs to SA. ഇനി I sigma of എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം? I sigma equal to sigma I നമുക്ക് കിട്ടേണ്ട ഐഡന്റിറ്റി ആണെങ്കിൽ I sigma of A equal to I of sigma of A. Sigma of A I of A ആണ്. I sigma of A എന്ന് പറയുമ്പോൾ sigma of A എന്ന് that equal to A എന്ന് പറഞ്ഞാൽ I of A ആണ്. അപ്പോൾ sigma of I of A equal to sigma I of A for all A belongs to A. Therefore I sigma equal to sigma I. അപ്പോൾ നമുക്ക് I sigma equal to sigma I. ഇത് എല്ലാ സിഗ്മയ്ക്കും ട്രൂ ആണ്. Therefore I sigma equal to sigma I for all sigma belongs to SA. Hence I is identity element of SA. Identity element. Next, existence of inverse. സിഗ്മ SA ഉണ്ടെങ്കിൽ സിഗ്മ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണ് നമുക്കറിയാം ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ്? വീണ്ടും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ സിഗ്മ ബൈജക്റ്റീവ് ആണ്. സിഗ്മ SA, അതായത് സിഗ്മ SA പെർമ്യൂട്ടേഷൻ കളക്ഷൻ ആണ് അല്ലെ, എയിലുള്ള പെർമ്യൂട്ടേഷൻ സെറ്റിന്റെ കളക്ഷൻ ആണ് SA. അതുകൊണ്ട് സിഗ്മ SA ഉണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ഒരു പെർമ്യൂട്ടേഷൻ, അതായത് സിഗ്മ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ ഇൻവേഴ്സും വീണ്ടും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ സിഗ്മയുടെ ഇൻവേഴ്സ് സിഗ്മ ഇൻവേഴ്സ് ഇസ് ആൾസോ ബൈജക്റ്റീവ്. അത് നമുക്കറിയാം സിഗ്മ കോമ്പോസിറ്റ് സിഗ്മ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആയിരിക്കും. കാരണം എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ സിഗ്മ കോമ്പോസിറ്റ് സിഗ്മ ഇൻവേഴ്സ് ഈക്വൽ ടു I ഈക്വൽ ടു സിഗ്മ ഇൻവേഴ്സ് സിഗ്മ എന്ന് കിട്ടും. Therefore sigma inverse belongs to SA and sigma inverse equal to I equal to sigma inverse sigma for all. Therefore എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. Therefore inverse ഉണ്ടെന്ന് കിട്ടി, ഐഡന്റിറ്റി ഉണ്ടെന്ന് കിട്ടി, അസോസിയേറ്റ് ഐഡന്റിറ്റി closer under the permutation multiplication. Therefore SA is a group under permutation multiplication. Theorem proven. Next, symmetry group on n letters. ഒന്നുമില്ല, let A be a finite set 1 2 3 etc. up to n. A finite, then group of all permutation of A is a symmetric group, SA. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക SA ആയിട്ടാണ്. SA ആണ് ശരിക്കും SA. n എലമെന്റ്സ് ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ SA ക്ക് പകരം SN കിട്ടും. അതായത് എല്ലാം A ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്, n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ്. ഇതിന് സിംബോളിക് ആയിട്ട് 1 2 3 n ആയിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സെറ്റിലെ പെർമ്യൂട്ടേഷൻ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് ഗ്രൂപ്പ്. അതിനെ ഡിനോട്ട് ചെയ്യുക SN. ഇഫ് A is a finite with n elements, SA equal to SN ആയിട്ടാ. SN contains n factorial elements. അതായത് 1 into 3 into etc. n അത്ര എലമെന്റ്സ് SA അതായത് SNൽ ഉണ്ടാവും, n എലമെന്റ്സ് ഉണ്ടാവും. നമുക്ക് സിമെട്രിക് ഗ്രൂപ്പ് S3 എന്താണ്? n equal to 3 ആവുമ്പോൾ എന്താണ്? Let A equal to 3 A equal to 1 2 3. We list the permutation of A and assign
each subscripted Greek letter for NI. അപ്പോൾ ഫസ്റ്റ് per identity function നമ്മൾ സിഗ്മ നോട്ട് ആയിട്ടാണ് അവിടെ ചെയ്തത്. സിഗ്മ നോട്ട് ഈക്വൽ ടു 1 2 3 ഇമേജ് 1 ഇമേജ് 1 2 ഇമേജ് 2 3 ഇമേജ് 3. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ വേറൊന്ന് 1 2 3 ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അതായത് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അത് 1 2 3നെ റോ ഐഡന്റിറ്റി ആണല്ലോ, 1 2 3 1 2 3. അപ്പോൾ അതിനൊരു ഇത് ശരിക്കും നമ്മൾ സിമെട്രി ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സിഗ്മ നോട്ടിലെ ഇമേജിനൊന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് 1 ഇമേജ് 2 ആയിട്ട് മാറും, 2 ഇമേജ് 3 ആയിട്ട് മാറും. അപ്പോൾ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 3ലേക്ക് 3 ഇമേജ് 1 ആയിട്ട്, അതാണ് സിഗ്മ 1. വീണ്ടും ഈ സിഗ്മ 1 ഒന്ന് പുഷ് ചെയ്യാം. അപ്പോൾ എന്തായിട്ടും 1 ഇമേജ് 3 ആയിട്ട് മാറും, 2 ഇമേജ് 1 3 ഇമേജ് 2. എന്താണ് മെത്തഡോളജി പറഞ്ഞത് മാത്രം. അതായത് റോ നോട്ട് എറ 1 ഐഡന്റിറ്റി, റോ 1 എറ 1 2 3 2 3 1, റോ 2 എറ 1 3 2 3 2 1 3 2. μ1 1 ഇമേജ് ഫിക്സ് ആയിട്ട് വെക്കുക, 3 2 ഇമേജിന് അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുക, 2 3 ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 1 1 2 3 3 2. μ2 2നെ ഫിക്സ് ചെയ്യുക, 2 ഇമേജ് 2 തന്നെ ആയിട്ട് വെക്കുക. ബാക്കിയുള്ള രണ്ടും 1ന്റെയും 3ന്റെയും ഇമേജ് എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. 1ന്റെ ഇമേജ് ആയിട്ട് 3നെ സെറ്റ് ചെയ്യുക, 3ന്റെ ഇമേജ് ആയിട്ട് 1നെ സെറ്റ് ചെയ്യുക. അതാണ് μ2. μ3 എന്ന് പറഞ്ഞാൽ 3നെ ഫിക്സ് ചെയ്യുക, 3ന്റെ ഇമേജ് 3 ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യുക, 1ന്റെ ഇമേജ് 2 ആയിട്ട് എടുക്കുക, 2ന്റെ ഇമേജ് 1 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ 6 ഇതും 3ഉം ഈ 6 എലമെന്റ്സ് S3 നമ്പറുടെ 3 എലമെന്റ്സ് 3 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടാവും, 6 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പെർമ്യൂട്ടേഷൻ ആയി. ഇപ്പോൾ S3 ഈക്വൽ ടു റോ നോട്ട് റോ 1 റോ 2 μ1 μ2 μ3 is the symmetric group contain 6 elements. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റോ നോട്ട് റോ 1 റോ 2 μ1 μ2 μ3 റോ നോട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ റോ നോട്ട് റോ നോട്ട് റോ നോട്ട് ആയിരിക്കും, റോ നോട്ട് റോ 1 റോ 1 ആയിരിക്കും, റോ നോട്ട് റോ 2 റോ 2, റോ നോട്ട് μ1 μ1, റോ നോട്ട് μ2 μ2, അങ്ങനെ എക്സെട്ര. അതാണ് പെർമ്യൂട്ടേഷൻ ടേബിൾ. ഇത് നമുക്ക് S3 അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം, അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇത് നോക്കുക, റോ 1 μ1 ഈ ടേബിളിൽ നിന്ന് റോ 1 μ1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് μ3 ആണ്. അതുപോലെ ഈ ടേബിളിൽ നിന്ന് μ1 റോ 1 എന്ന് പറഞ്ഞാൽ എന്താ μ2. അപ്പോൾ റോ 1 μ1 എന്ന് പറഞ്ഞാൽ μ3 ആണ്, μ1 റോ 1 എന്ന് പറഞ്ഞാൽ μ2. ഇത് രണ്ട് ഈക്വൽ അല്ല, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എല്ലാ എലമെന്റ്സിനും ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയി മാത്രമേ ഗ്രൂപ്പ് ആവുള്ളൂ. പക്ഷേ ഈ രണ്ട് എലമെന്റ് റോ 1 μ1ന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ S3 is not an abelian. ഇനി റൈറ്റ് ഓൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് S3. ഇപ്പോൾ നമുക്ക് റോ നോട്ട് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ടേബിൾ ഉപയോഗിക്കണേ. റോ നോട്ട് എന്ന് ജനറേറ്റ് റോ ഐഡന്റിറ്റി എലമെന്റ് റോ നോട്ട് മാത്രമേ ഉള്ളൂ. ഇനി റോ 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന റോ നോട്ട് റോ 1 റോ 2. കാരണം റോ 1 ഇൻറ്റു റോ 1 റോ 2 ഇട്ടു, റോ 1 റോ 1 റോ 1 അതായത് റോ നോട്ട് ഇട്ടു. അതുപോലെ റോ നോട്ട് μ1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് μ1 കൊണ്ട് ജനറേറ്റ് ചെയ്യുക μ1 അത് റോ നോട്ടാണ് കിട്ടുക. അപ്പോൾ രണ്ട് എലമെന്റ്സേ ഉള്ളൂ. അതുപോലെ μ2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് μ2 റോ നോട്ട് ആട്ടോ. അപ്പോൾ അതിൽ രണ്ട് എലമെന്റ്സ് റോ നോട്ടും μ3 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് റോ നോട്ട് μ3. ഓക്കെ, ഇതാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ്. ജനറേറ്റ് റോ നോട്ട് കൊണ്ട് റോ 1 കൊണ്ട് μ1 കൊണ്ട് μ2 കൊണ്ട് μ3 കൊണ്ട്. റോ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതും റോ കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരേ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ് സിഗ്മ ഈക്വൽ ടു 1 2 3 4 അത് ഇമേജ് ആയിട്ട് 3 1 4 2. ഫൈൻ സിഗ്മ ഇൻവേഴ്സ് സിഗ്മ റൈസ് ടു -2. സിഗ്മ 1 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇമേജ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് സിഗ്മ ഇൻവേഴ്സ് സിഗ്മ ഈക്വൽ ടു 1 2 3 4. 1 2 3 4 സിഗ്മ ഇൻവേഴ്സ് എഴുതുമ്പോഴും നമ്മൾ പറഞ്ഞിട്ട് ഫസ്റ്റിൽ റോൾ ചെയ്ത ഡൊമൈൻ ആണ്. അപ്പോൾ ഇവിടെ എ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 തന്നെ. ഇനി ഇമേജ് ആയിട്ട് ഇരുന്നാൽ ഈ സിഗ്മയിൽ 1ന്റെ ഇമേജ് എത്ര, പ്രീ ഇമേജ് എത്ര 2 ആണ്. അപ്പോൾ സിഗ്മ ഇൻവേഴ്സിൽ 1ന്റെ ഇമേജ് 2 ആയിരിക്കും. സിഗ്മയിൽ 2ന്റെ പ്രീ ഇമേജ് എത്ര 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2ന്റെ ഇമേജ് എത്ര ആയിരിക്കും, സിഗ്മ ഇൻവേഴ്സിൽ 4 ആയിരിക്കും. സിഗ്മയിൽ 3ന്റെ പ്രീ ഇമേജ് എത്ര 1 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഇൻവേഴ്സിൽ 3ന്റെ ഇമേജ് 1 ആയിരിക്കും. അതുപോലെ സിഗ്മയിൽ 4ന്റെ പ്രീ ഇമേജ് എത്ര 3 ആണ്. സിഗ്മയിൽ 4ന്റെ
പ്രീ ഇമേജ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഇൻവേഴ്സിൽ 4ന്റെ ഇമേജ് പറഞ്ഞാൽ 3 ആയിരിക്കും. ഇനി സിഗ്മ റൈസ് ടു -2. സിഗ്മ റൈസ് ടു -2 പറഞ്ഞാൽ സിഗ്മ -1 സ്ക്വയർ ആണ്. അതായത് സിഗ്മ -1 സിഗ്മ -1. അപ്പോൾ സിഗ്മ 2 എഴുതും. അപ്പോൾ ഇത് നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് സിഗ്മ ഇഫ് നേരത്തെ സിഗ്മ ഇൻവേഴ്സ് തന്നാൽ സിഗ്മ തന്നു കഴിഞ്ഞാൽ സിഗ്മ ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്മ തന്നു കഴിഞ്ഞാൽ സിഗ്മ ഇൻവേഴ്സ് തന്നാൽ സിഗ്മ. അപ്പോൾ ഫൈൻഡ് സിഗ്മ ഇഫ് സിഗ്മ ഇൻവേഴ്സ് ഈക്വൽ 1 2 3 4 4 3 1 2. ഓക്കെ, സിഗ്മ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ പറഞ്ഞാൽ ഒരു എലമെന്റ്സിന്റെ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ്സിന്, അതായത് എക്സ് ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു സിഗ്മ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്. അങ്ങനെയാണ് നമുക്ക് സിഗ്മ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഇൻവേഴ്സ് നേരത്തെ സിഗ്മ ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1ന്റെ ഇമേജ് ഇപ്പോൾ സിഗ്മ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് അപ്പോൾ സിഗ്മയാണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 1 2 3 4. സിഗ്മ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് പറഞ്ഞാൽ സിഗ്മ ഇൻവേഴ്സിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സിഗ്മ ഓൾ ഇൻവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ 4ന്റെ ഇമേജ് പ്രീ ഇമേജ് സിഗ്മ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് കാണണം സിഗ്മയിൽ. അപ്പോൾ സിഗ്മയിൽ 1ന്റെ ഇമേജ് കാണണമെങ്കിൽ സിഗ്മ ഇൻവേഴ്സിലേക്ക് പോകാം. സിഗ്മ ഇൻവേഴ്സിൽ 1ന്റെ പ്രീ ഇമേജ് എത്ര? 3. അപ്പോൾ സിഗ്മയിൽ 1ന്റെ ഇമേജ് 3 കിട്ടും. അതുപോലെ 2ന്റെ ഇമേജ് കാണാൻ സിഗ്മ ഇൻവേഴ്സിൽ 2ന്റെ പ്രീ ഇമേജ് 4 ആണ്. അതുകൊണ്ട് 2ന്റെ ഇമേജ് 4 കിട്ടും അണ്ടർ സിഗ്മയിൽ. അതുപോലെ 3ൽ സിഗ്മ ഇൻവേഴ്സിൽ 3ന്റെ ഇമേജ് 2. അതുകൊണ്ട് സിഗ്മയിൽ 3ന്റെ ഇമേജ് 2 കിട്ടും. അതുപോലെ സിഗ്മ ഇൻവേഴ്സിൽ 4ന്റെ പ്രീ ഇമേജ് 1. അതുകൊണ്ട് സിഗ്മയിൽ 4ന്റെ ഇമേജ് 1 അങ്ങനെ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് അസൈൻമെന്റ് ആണ് പ്രിപ്പയർ ലെക്ചർ നോട്ട്, ഫൈൻഡ് ഓൾ സബ് ഗ്രൂപ്പ് ഓഫ് S3. ആ ടാബിളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സിഗ്മ ടൗൺ തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ടെങ്കിൽ ടൗ സിഗ്മ, ടൗ സ്ക്വയർ സിഗ്മ, മ്യൂ സിഗ്മ സ്ക്വയർ, സിഗ്മ ഇൻവേഴ്സ് സിഗ്മ റേസ് ടു -2 ടൗ. ഇത് മൊത്തം കാണാം. പിന്നെ S3യുടെ എല്ലാ പ്രോപ്പർ സബ് ഗ്രൂപ്പും, S3 അല്ലാത്ത അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും, അതുപോലെ S3യുടെ എല്ലാ അബീലിയൻ സബ് ഗ്രൂപ്പും, അതുപോലെ S3യിൽ ഓരോ എലിമെന്റ് ടാബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും. അതുപോലെ S3യിലെ എല്ലാ നോൺ അബീലിയൻ സബ് ഗ്രൂപ്പുകളും കാൽക്കുലേറ്റ് ചെയ്യാം. 3 ആണ്. ഓക്കെ, എന്തായാലും എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് അസൈൻമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ഇവിടെ